ഹലോ, എല്ലാവർക്കും നമസ്കാരം. പോഡ്കാസ്റ്റ് ബനീഷ ജോർജ് സീസൺ 1 എപ്പിസോഡ് 14 ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്സിനെ പറ്റിയാണ്. അതായത് പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ആ ഒരു ബന്ധങ്ങളെ പറ്റിയുള്ള ആ ഒരു ഇതാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് അതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് പരസ്പരമുള്ള ആ ഒരു റെസ്പെക്ട് വരുന്നുണ്ട്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ അതിൽ സത്യസന്ധതയുണ്ട്, ഓണസ്റ്റി ഉണ്ട്. അപ്പം ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് കൊടുക്കുന്നത്, നല്ലൊരു മീനിങ് ഒരു ബന്ധം കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ സേഫായിട്ട്, അതുപോലെ തന്നെ നമ്മളെ വാല്യൂ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പം ശരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഒരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് രണ്ടുപേരും ആ ഒരു ജീവിതം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം ആസ്വദിക്കാണ്. കാരണം ദർ സോ മച്ച് ഫൺ ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പം അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ റിലേഷൻഷിപ്പിൽ കംഫർട്ടബിൾ ആയിരിക്കും. ഒരിക്കലും നമ്മൾ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇല്ല. നമ്മൾ ആ ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ഇവരൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ പോലും അയാളുടെ അടുത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അവരുമായിട്ടൊരു ഡിന്നറിന് പോകുമ്പോഴോ ഒന്നും നമുക്ക് ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇല്ല. നമുക്ക് അവരുടെ അടുത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി നോ പറയാൻ പറ്റും അല്ലെങ്കിൽ യെസ് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമ്മളുടെ ഓൺ ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ കാണും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് അതിൻ്റെ ആ ഒരു വാല്യൂ ഉയർത്താൻ തന്നെ കഴിയുന്ന കുറെ അല്ലെങ്കിൽ സഹായിക്കുന്ന കുറെ ഫാക്ടേഴ്സാണ്. നമ്മളെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു അക്സെപ്റ്റൻസ് തന്നെ നമ്മൾ ശരിക്കും അതിൽ ഫ്രീ ആകുവാണ്. നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളെ ലിസൺ ചെയ്യാനും നമ്മളെ കേൾക്കാനും ഒക്കെ ഒരാള് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫാക്ടർ ആ ഒരു റിലേഷൻഷിപ്പിൽ കാണും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റെസ്പെക്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഈവൻ നെഗറ്റീവ് തോട്ട്സ് വരാം, പോസിറ്റീവ് തോട്ട്സും വരാം, പക്ഷെ അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വിത്തൗട്ട് എനി ഒരു ബാരിയർ ഇല്ലാതെ നമ്മളുടെ പാർട്ട്ണറുടെ അടുത്തോ നമ്മളുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ ഈവൻ നമ്മുടെ ഫാമിലിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും ടോക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് തന്നെ ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്തിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പം ഒരു കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില സമയത്ത് അവർക്ക് ഒരു പുറത്തുനിന്ന് പോകാനോ അല്ലെങ്കിൽ ചിലപ്പം ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനോ ഒന്നും ചിലപ്പം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പറ്റിയെന്ന് വരത്തില്ല. ആ ഒരു സമയത്ത് ഇപ്പം നമ്മളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മളുടെ എതിർവശത്തിരിക്കുന്ന ആൾക്ക് ആ ഒരു മൂഡിലായിരിക്കും. അവർ ചിലപ്പം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കണമെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മളുടെ മൂഡ് അതായിരിക്കണമെന്നില്ല. നമുക്ക് ചിലപ്പം ടയേർഡായിരിക്കും, എക്സോസ്റ്റഡ് ആയിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പൊ ശരിക്കും ഇച്ചിരി ക്വയറ്റായിട്ട് ഇരിക്കാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പറയുക, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടെ ആ ഒരു നെഗറ്റീവ് എനർജി വരുന്നില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലാവും, ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവും, ഓക്കെ ഇവള് ടയേർഡാണ് അല്ലെങ്കിൽ ഇവൻ ടയേർഡാണ്, ആ ഒരു ഇത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ടൈം കൊടുക്കാം, ഓക്കെ നീ ഇവിടെ ഇരിക്കുക, കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യുക എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് തന്നെ നമുക്ക് ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി റിലേഷൻഷിപ്പിലുള്ള ആ ഒരു കുറേ ഇഷ്യൂസ് ഒക്കെ മാറ്റാൻ പറ്റും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഇനിയിപ്പോൾ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഇല്ലാണ്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ആ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഡിസഗ്രിമെന്റും ആർഗ്യുമെന്റ്സും കൊച്ചു അതൊക്കെ ഉണ്ടായെന്നിരിക്കും. ദാറ്റ്സ് നോർമൽ. കാരണം ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നോർമലാണ്. ഇൻ എ വേ ഇറ്റ്സ് ഹെൽത്തി ആസ് വെൽ. കാരണം
അത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മിക്കപ്പോഴും അൺപ്ലസന്റ് ആയിരിക്കാം. നമ്മളെ ചിലപ്പം സാഡ് ആക്കാം, നമ്മളെ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാം, ചിലപ്പോൾ നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കാം, നമുക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ എത്ര സമചിത്തതയോടുകൂടി ഡീല് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അതിന്റെ ആ ഒരു സക്സസ്ഫുൾ റേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ഇങ്ങനെ ഒരു ടെക്നിക്കുകളുണ്ട് നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനും അങ്ങനെയൊക്കെ. ശരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെ കാമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരാൾ ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ആയിട്ടൊന്ന് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ശാന്തതയോടുകൂടി കാര്യങ്ങളെ നേരിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ചാർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, രണ്ടുപേരുടെ കാര്യങ്ങളും കേൾക്കുക. അത് ചിലപ്പോൾ ഒരറ്റത്തു നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ആ അറ്റം ക്ഷമയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ സംസാരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം എന്തുവാ ആ ഒരു ഡിഫറൻസസും അല്ലെങ്കിൽ ആ ഡിഫറെന്റ് ഒപ്പീനിയൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുടെ വാല്യൂസ് റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക എന്നുള്ളത്. ചിലപ്പം നമ്മൾ ഡിസഗ്രിമെന്റ്സ് ഒക്കെ ആ ഒരു ഉണ്ടാകുമ്പോൾ ചിലരിങ്ങനെ മാറി നിൽക്കും. പക്ഷെ മാറി നിൽക്കാതെ നമ്മളത് വില്ലിങ് ആയിരിക്കണം, നമ്മൾ റെഡി ആയിരിക്കണം അത് റിസോൾവ് ചെയ്യാൻ. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള നെഗോഷിയേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാൻ ആ ഒരു ഇതില് എന്താണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താണ് ഞാൻ ആ മറ്റേ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്റെ ഭാഗത്തു നിന്ന് എന്തൊരു ഇൻപുട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ അതിനെ കണ്ടാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരെ പ്രഷറൈസ് ചെയ്യരുത് ഒരിക്കലും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഒരിക്കലും പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ തുടങ്ങുമ്പോൾ അതിന് തടസ്സം നിൽക്കുകയും ചെയ്യരുത്. തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ആ ഒരു രീതിയിൽ അവർ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം. അതുപോലെ അവരെ ഒരിക്കലും പ്രഷർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവരെ പ്രഷർ ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. പക്ഷെ അതിൻ്റെ അകത്ത് ദേഷ്യം എന്നുള്ള ഒരു ആ ഒരു സംഗതി വന്നു കഴിയുമ്പോൾ എല്ലാവരും പൊട്ടിത്തെറിക്കോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആങ്കർ ഔട്ട് ബേഴ്സുകളുണ്ട്. അത് ഹെൽത്തി അല്ല, റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചറി ഒന്നും ഉണ്ടാവാതെ നോക്കുക. അല്ലെങ്കിൽ ഒരാൾക്കൊക്കെ എനിക്ക് ദേഷ്യം വരുവാന്നുണ്ടെങ്കിൽ ശരി ഐ നീഡ് ടു ഹാവ് സം ടൈം ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ഇറങ്ങി നടക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ കുറെയൊക്കെ ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക, ഒരു കൗൺസിലിംഗ് സെഷന് പോവുക, കപ്പിൾ തെറാപ്പിക്ക് പോവുക. ഇതൊന്നും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് സെഷനുകൾക്ക് പോവുക, പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ശരിക്കും നമ്മളുടെ ഓരോ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഇൻഡിഫറൻസസ് അത് മനസ്സിലാക്കുകയും അത് നമുക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അത് ഞാൻ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടുകൂടി ഇരുന്ന് ശാന്തമായിട്ട് സമചിത്തതയോടുകൂടി ഇരുന്ന് സംസാരിച്ചൊക്കെ തീർക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്കൊരു ഹെൽത്തി അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ ലിസൺ ചെയ്യുക. നമ്മളുടെ പാർട്ട്നേഴ്സിനോടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ആ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ലിസൺ ചെയ്യുക. ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും പിള്ളേരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലും
ആ ഒരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് ലിസണർ ആയിരിക്കണം, അതുപോലെ തന്നെ നല്ലപോലെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസിൽ കപ്പിൾ എല്ലാവർക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായാലും അത് സാരമില്ല, അത് റെക്കഗ്നൈസ് ചെയ്ത് എന്തൊക്കെയാണ് അതിൽ നിന്ന് എന്താണ് ഞാൻ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പരസ്പരം സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പിക്ക് പോവുക. അതുപോലെ തന്നെ കാര്യമാണ് എൻജോയ് യുവർ സെൽഫ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ആ ഒരു ഫൺ എലമെന്റ് എന്ന് പറയുന്നത് കളയാൻ പാടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്യൂരിയസ് ആയിരിക്കണം. ഈ വ്യക്തിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ഓക്കെ ഹി കൻ ഡു ദിസ്, ഓക്കെ ഓ ഷീ കൻ ഡു ദാറ്റ്, she knows this one I didn't know about these factors, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തോ അതൊക്കെ നമ്മൾ ആ ഒരു സമയം കൊടുക്കുക, ഇതൊക്കെ താനെ ശരിയായിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആകുക. ഓരോ റിലേഷൻഷിപ്പും ചേഞ്ച് ആവും. കുറെ സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാകാം. അത് നമ്മൾ അവെയർ ആയിരിക്കുക. അതുപോലെ തന്നെ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക. അത് തന്നെ ശരിക്കും നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അറ്റൻറ്റീവ്, നമ്മൾ ആ ഒരു അറ്റൻഷൻ കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ ശരിക്കും പരസ്പരം ഉള്ള ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു കെയർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ഒരാൾക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേട്ടിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു പുറത്ത് പോയിട്ട് വരുമ്പോൾ, ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ, ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബിയർ അടിക്കുന്നോ അല്ലെങ്കിൽ ഒരു വൈൻ അടിക്കുന്നതൊക്കെ, അല്ല എന്തെങ്കിലും ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അത് എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടങ്ങൾ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൽക്കഹോളിസം ഇതൊന്നും സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ ചെയ്യുന്നത്. വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഓക്കെ ടു ഹാവ് കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ് ഇഫ് യു ഹാപ്പി അബൌട്ട് ഇറ്റ്. അതെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേയിൽ നമുക്കറിയാമല്ലോ ബാലൻസ് ചെയ്ത് എങ്ങനെ പോകണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് നോട്ട്സ് ഒക്കെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ എഴുതിയൊക്കെ ഓരോ ലെറ്റേഴ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഫീലിങ്സിനെ പറ്റിയൊക്കെ ശരിക്കും ഓരോ മെസ്സേജ് ആയിട്ടൊക്കെ എഴുതി അയക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ ഒരു റിലേഷൻഷിപ്പും ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പം നമ്മൾക്ക് കുറേ ലൈഫിൽ റിലേഷൻഷിപ്പ് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആകാം, ഫാമിലിയിലാകാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആകാം. ഈ ഒരു റിലേഷൻഷിപ്പ് 100% ഗ്യാരണ്ടീഡ് അല്ല ലൈഫ് ലോങ് ഇത് പോകും എന്നുള്ളത്. പക്ഷെ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഈവൻ എൻഡ് ചെയ്താലും അറ്റ് എ ടൈം അത് എൻഡ് ചെയ്താൽ പോലും ആ ഒരു ഗുഡ് ടൈംസ് നമ്മൾ ഷെയർ ചെയ്ത ആ ഒരു ഗുഡ് ടൈംസ് നമ്മൾ മെമ്മറൈസ് ചെയ്യുക. കാരണം ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത്, അതിനകത്ത് ആ ഹാപ്പി പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലതായിട്ടുള്ള ആ ഒരു ഇതാണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളത് എടുത്താൽ മതി. നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകും, പക്ഷെ വാട്ട് യു ഹാവ് ലേൺ ഫ്രം ദോസ് എക്സ്പീരിയൻസസ് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായാലും ഒന്നും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ആ ഒരു ഗുഡ് എലമെന്റ്സ് എടുത്ത് അതൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ ഈവൻ പേഴ്സണൽ ലൈഫിലോ ഉണ്ടായാൽ പോലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ആ തേടേണ്ട സമയത്ത് അതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇന്നത്തെ ഒരു ടോക്കിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. This is Nisha signing off from Melbourne. You were listening to podcast by Nisha George. Kindly subscribe, share and like. And bye-bye. Have a good day. Thank you so much.